അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോലീസ് ലാത്തി ഉപയോഗിച്ച് ലാത്തിച്ചാർജ് നടത്തും. പെട്ടെന്ന് കുറച്ച് ചെറുപ്പക്കാരിന്ന് സ്റ്റാൻഡിലേക്ക് ഓടിക്കേറി, റോഡ് ക്രോസ് ചെയ്തിട്ട് ഓടിക്കേറിയിൽ ഒരുത്തനെ ഞാനിങ്ങ് പിടിച്ചു. എന്നിട്ട് ഞാനിങ്ങ് അടുത്തേക്ക് വിളിച്ചു, എന്താ മോനെ അവിടെ ഒരു ബഹളം, ഒരു തക്ബീറൊക്കെ കേട്ട്? നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, മമ്മൂട്ടിയുടെ ന്യൂഡൽഹി റിലീസായി. അങ്ങനെ സൗന്ദര്യം എന്നത് ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള മാനദണ്ഡമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സൗന്ദര്യത്തെ രണ്ടായിട്ട് ഓഹരിച്ചു. സൗന്ദര്യം, ഈ ഭംഗി, ഇതിനെ രണ്ടായിട്ട് ഓഹരിച്ചു. ഇതിന്റെ ഒരു ഓഹരി നേരെ പകുതി ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫായിക്ക് കൊടുത്തു. മറ്റേ പകുതിയെ വീണ്ടും രണ്ടായി പകുത്തു. അതിൽ ഒരു ഭാഗം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന് കൊടുത്തു. അതിന്റെ മറ്റേ പകുതിയാണ് ലോകത്തുള്ള എല്ലാവർക്കും കൂടെ കൊടുത്ത സൗന്ദര്യം. മനസ്സിലായില്ലേ? സൗന്ദര്യത്തെ രണ്ടായിട്ട് ഓഹരിച്ചു. അതിന്റെ നേരെ പകുതി അഷ്റഫുൽ ഖൽഖിന് കൊടുത്തു. മറ്റേ പകുതിയെ വീണ്ടും രണ്ടായിട്ട് ഓഹരിച്ചു. അതിന്റെ ഒരു പകുതി ബഹുമാനപ്പെട്ട യൂസുഫ് നബിക്ക് കൊടുത്തു. മറ്റേ പകുതിയാണ് ലോകത്തുള്ള എല്ലാവർക്കും കൊടുത്ത സൗന്ദര്യം. ബൽഖീസ് രാജ്ഞിക്ക് കൊടുത്ത സൗന്ദര്യം, ഫദ്ലുൽ ആബിദീന് കൊടുത്ത സൗന്ദര്യം, ഇബ്രാഹിം നബിക്ക് കൊടുത്ത സൗന്ദര്യം, ഈസാ നബിക്ക് കൊടുത്ത സൗന്ദര്യം, ഗാന്ധിജിക്ക് കൊടുത്ത സൗന്ദര്യം, നെഹ്റുവിന് കൊടുത്ത സൗന്ദര്യം, മാർക്സിന് കൊടുത്ത സൗന്ദര്യം, സ്റ്റാലിന് കൊടുത്ത സൗന്ദര്യം, കാർലിന് കൊടുത്ത സൗന്ദര്യം, ലെനിന് കൊടുത്ത സൗന്ദര്യം, ക്രൂഷ്ചേവിന് കൊടുത്ത സൗന്ദര്യം, ബ്രഷ്ലേവിന് കൊടുത്ത സൗന്ദര്യം, ഡെങ് സിയാവോപിങ്ങിന് കൊടുത്ത സൗന്ദര്യം, ലോകത്തെ ഏറ്റവും സുന്ദരനായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജീവ് ഗാന്ധിക്ക് കൊടുത്ത സൗന്ദര്യം, ഇതെല്ലാം മമ്മൂട്ടിയുടെ സൗന്ദര്യം, മോഹൻലാലിന്റെ സൗന്ദര്യം, പാർവതിയുടെ സൗന്ദര്യം, ഒക്കെ സൗന്ദര്യവും ഒരു ചിരട്ടയ്ക്കകത്ത് സൗന്ദര്യം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൊട്ടു. ഈ ലോകത്തുള്ള എല്ലാവരുടെ സൗന്ദര്യവും ആ സൗന്ദര്യത്തിന്റെ മൊത്തവും അത്രയും ഉൾക്കൊണ്ട ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യവും, ഇത് രണ്ടും കൂടി ചേർന്നാലുണ്ടാകുന്ന സൗന്ദര്യം എത്രയാണോ അത്രയും സൗന്ദര്യമാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. ഇത് രണ്ടും കൂടി ചേർന്നാലുള്ള സൗന്ദര്യം. അപ്പൊ നിങ്ങൾ പറയും, സാധാരണ സൗന്ദര്യത്തിന് ഉദാഹരണം പറയുമ്പോൾ, ഉപമ പറയുമ്പോൾ പറയാറുള്ളത് യൂസുഫ് നബിയാണല്ലോ, അല്ലേ? യൂസുഫ് നബിയുടെ സൗന്ദര്യം പോലെ സൗന്ദര്യം. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ മദഹ് ചെയ്തുകൊണ്ട് ആ കവിതകൾ ഉണ്ടാക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, പുസ്തകങ്ങൾ എഴുതുന്നത് ഒക്കെ. അതെന്താ അങ്ങനെ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെയും ലോകത്തുള്ള സർവ്വരുടെ സൗന്ദര്യത്തിന്റെയും അത്രയും സൗന്ദര്യമുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് നബിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പ്രകീർത്തിക്കപ്പെടാത്തത്? കാരണം സൂര്യനാണോ പ്രകാശം, ചന്ദ്രനാണോ പ്രകാശം? ആർക്കാ മക്കളെ പ്രകാശം? പറഞ്ഞോ, മിണ്ടാതിരിക്കണ്ട. അങ്ങനെ പറഞ്ഞോ, ആർക്കാ പ്രകാശം? അതെ, ചന്ദ്രനോ? സൂര്യനാ പ്രകാശം. പ്രകാശം സൂര്യനാണ്. ചന്ദ്രന് പ്രകാശമേ ഇല്ല. ഭൂമിയിൽ നിന്ന് 9,29,00,000 മൈൽ ഉയരത്തിൽ നിൽക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പവും 33 ലക്ഷം ഇരട്ടി ഭാരവും 109 ഇരട്ടി വ്യാസവുമുള്ള സെക്കൻഡിൽ 5640 ലക്ഷം ടൺ ഹൈഡ്രജൻ 5600 ലക്ഷം ടൺ ഹീലിയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ കത്തിക്കാളുന്ന ഏറ്റവും വലിയ ആണവ നിലയമാണ് സൂര്യൻ. ആ സൂര്യനാണ് പ്രകാശം മൊത്തവും. ചന്ദ്രന് പ്രകാശമില്ല. സൂര്യന്റെ പ്രകാശത്തിന്റെ രശ്മികൾ തട്ടി പ്രതിഫലിക്കുക മാത്രമാണ് ചന്ദ്രനിലൂടെ ചെയ്യുന്നത്. എങ്കിലും പലപ്പോഴും തിളക്കത്തിനും പ്രകാശത്തിനും ഉദാഹരണം പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നാണ്, അല്ലേ? ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു എന്നാണ്. സൂര്യനെ പോലെ തിളങ്ങുന്നു, സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്നൊന്നും ആരും പറയാറില്ല. സാധാരണ ചന്ദ്രനെ പോലെ, അമ്പിളിയെ പോലെ മിന്നുന്നു, തിളങ്ങുന്നു, പ്രകാശിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. എന്താ കാര്യം? ചന്ദ്രന്റെ പ്രകാശം സാധാരണ മനുഷ്യന്റെ സാധാരണ കണ്ണുകൾ കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ കാണാൻ ചന്ദ്രനാണ് നിൽക്കുന്നത്, അതിന് ഇത്ര പ്രകാശമുണ്ട്, അതിൽ നിന്ന് ഇത്ര പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവും. നേരെ മറിച്ച് സൂര്യന്റെ പ്രകാശം ഈ നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്നതല്ല. ഈ സാധാരണ കണ്ണുകൾ കൊണ്ട് സൂര്യൻ എത്ര പ്രകാശമുണ്ട് എന്ന് നോക്കി തീർക്കാൻ
മനസ്സിലാക്കാൻ പറ്റൂല. അങ്ങോട്ട് നോക്കുമ്പോഴേ കണ്ണ് അഞ്ചിപ്പോവും, അതുകൊണ്ട് കണ്ണ് താഴ്ത്തിക്കളയും. ചന്ദ്രനാണെങ്കിലോ പ്രകാശമുണ്ട്. ആ പ്രകാശം സൂര്യനിൽ നിന്ന് തട്ടി പ്രതിഫലിക്കുന്നതാണെങ്കിൽ പോലും ആ പ്രകാശത്തിലേക്ക് നോക്കി അത് ഇത്രയാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ചന്ദ്രന്റെ പ്രകാശമോ മനസ്സിലാക്കാൻ പറ്റൂ, സൂര്യന്റെ പ്രകാശം മനസ്സിലാക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ചന്ദ്രന്റെ പ്രകാശവും സൂര്യന്റെ പ്രകാശവും തമ്മിൽ, സൂര്യനാണ് പ്രകാശമെങ്കിലും ഉദാഹരണം പറയാറുള്ളത് ചന്ദ്രനെയാണ്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിന്റെ പ്രകാശം, അവിടുത്തെ സൗന്ദര്യം എത്രയാണെന്ന് ഒരു എഴുത്തുകാരനെ കൊണ്ട് നോക്കി തീർത്ത് പറയാൻ പറ്റുമായിരുന്നു. ഒരു ചിന്തകനെ കൊണ്ട് ചിന്തിച്ചു തീർക്കാനും ഒരു കവിയെ കൊണ്ട് പാട്ടുപാടി തീർക്കാനും കഴിയുമായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എത്രയാണെന്ന് കണ്ടു തീർക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കും, ഞാൻ എന്ത് വിഡ്ഢിത്തമാണ് ഈ ചോദിക്കുന്നതെന്ന്. ഇല്ല, മഹാനായ പ്രവാചകനെ കാണേണ്ടതുപോലെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയുമല്ലോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്കങ്ങേ ഒന്ന് കാണണം. എന്താ അബൂബക്കറേ ഈ പറയുന്നേ? എന്നെ കാണണമെന്നോ? അതേ നബിയെ, എനിക്ക് അങ്ങേ ഒന്ന് കാണണം. എന്താണ് അബൂബക്കർ, ഞാനല്ലേ നിൽക്കുന്നത്? അല്ല നബിയെ, എനിക്ക് മുഹമ്മദ് മുസ്തഫയെ ഒരു നോക്ക് കാണണം കേട്ടോ. എന്താണ് ഈ പറയുന്നത് അബൂബക്കർ? ഞാൻ ദേ നിൽക്കുന്നു, നിങ്ങൾ കാണുക. നബിയെ, എന്നോടിത് പറയരുത്, എനിക്കങ്ങേ ഒന്ന് കാണണം. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി. എന്തു മനസ്സിലായി? അബൂബക്കർ സിദ്ദീഖിന് കാര്യം മനസ്സിലായി എന്ന് മഹാനായ പ്രവാചകന് മനസ്സിലായി. പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറെ, അത് മെനക്കേടാണത്, ബുദ്ധിമുട്ടാണത്, വേണ്ട, എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കണ്ട. അങ്ങനെയല്ല ഹബീബേ, എനിക്കങ്ങേ ഒന്ന് കാണണം റസൂലേ. ബഹുമാനപ്പെട്ട പ്രവാചകന് അബൂബക്കർ ചോദിക്കുമ്പോൾ തിരസ്കരിക്കാൻ പറ്റുമോ? അവ്വലുമൻ ആമന ബി അബൂബക്കർ, അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ, അവ്വലുമൻ സവ്വജനി അബൂബക്കർ, അവ്വലുമൻ ദഖലൽ ജന്ന അബൂബക്കർ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറയുന്ന, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച, എന്നെ കൊണ്ട് ആദ്യം വാസ്തവീകരിച്ച, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ കടക്കുന്ന അബൂബക്കർ സിദ്ദീഖാണ്. നിശബ്ദതയില് തന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇന്നലെ ഞാൻ വിശേഷിപ്പിച്ചതുപോലെ മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്രൂരമായി ആക്രമിച്ച് അവസാനം രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കഅബാലയത്തിന്റെ ഭിത്തി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെട്ട ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫയോടൊപ്പം തന്റെ ഇഷ്ടതോഴനായി രാത്രിയിൽ യാത്ര തിരിച്ച അബൂബക്കർ, പട്ടാപ്പാതിരാത്രിയുടെ കുറ്റാക്കൂരിട്ടിൽ മഹാനായ പ്രവാചകന് കൂട്ടുനിന്ന അബൂബക്കർ, നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ ചീറിയെടുക്കുമ്പോൾ വലിയ ഗുഹയ്ക്കകത്ത് കയറി കിടന്ന ബഹുമാനപ്പെട്ട പ്രവാചകൻ തന്റെ നാരണത്തിൽ, തന്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി അബൂബക്കറിന്റെ ഹൃദയത്തിലൂടെ 1000 സംഭവങ്ങൾ മിന്നിമറയുകയാണ്. ആരാണ് ഈ കിടക്കുന്നത്? അബ്ദുള്ളായുടെ പുത്രൻ. ഈ ബുദ്ധിമുട്ട് സഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ആമിനായുടെ പ്രിയപ്പെട്ട മകൻ ഈ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നോ? എല്ലാവരാലും സത്യസന്ധനെന്ന് പേരുകേട്ട മനുഷ്യനല്ലേ? എല്ലാവരും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യനല്ലേ? എന്തിനാണ് ഈ മനുഷ്യൻ ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചത്? സത്യത്തിന്റെ സന്ദേശം പറഞ്ഞതിന്റെ പേരിലല്ലേ? എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു, എന്തെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. മഹാനായ പ്രവാചക പ്രഭുവിന്റെ തല തന്റെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹീതമായ മുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ മനോമുകുരത്തിലൂടെ 1000 സംഭവങ്ങൾ ഓടി ഓടിപ്പോകുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ ശ്രദ്ധ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അതാ ഭീകരമായ സീൽക്കാരത്തോടുകൂടി മൂർഖൻ പാമ്പ് തലേതാ പുറത്തേക്കിടുന്നു. മഹാനായ പ്രവാചകന്റെ അടുക്കലേക്ക് മൂർഖൻ പാമ്പ് എത്തുമെന്ന് കണ്ടപ്പോൾ, ഹബീബായ നബിയുടെ ഉറക്കത്തിൽ നിന്നുണർത്തേണ്ടി വരുമെന്ന് കണ്ടപ്പോൾ തന്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രഭു ഉറങ്ങിക്കൊള്ളട്ടെ, അവിടുത്തെ ഉറക്കം
ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തന്റെ വലതുകാലെടുത്ത് വെച്ച് മൂർഖൻ പാമ്പിനെ തടുത്തു നിർത്തിയില്ലേ? മൂർഖൻ പാമ്പ് ആഞ്ഞാഞ്ഞ് തന്റെ കാലിലേക്ക് കൊത്തിയപ്പോൾ കണ്ണുനീര് ധാരധാരയായി ഇറ്റിറ്റുവന്ന് ഹബീബിന്റെ മുഖത്തേക്ക് വീണപ്പോൾ അവിടുന്ന് ഞെട്ടിയുണർന്ന് ചോദിച്ചില്ലേ, എന്തു പറ്റിയ അബൂബക്കർ എന്ന്? മഹാനായ അബൂബക്കർ അപ്പോഴും പറഞ്ഞില്ലേ, സാരമില്ല നബിയെ, ഒന്നുമില്ല, ഞാൻ ഓരോന്നോർത്ത് കരഞ്ഞു പോയതാണ്, അങ്ങ് ഉറങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞില്ലേ? പ്രവാചകൻ വീണ്ടും ഉറങ്ങുമ്പോൾ ആ മൂർഖൻ പാമ്പിന്റെ കട്ടിയായ കുത്തുകൊണ്ടിട്ട് വിഷം തന്റെ കാലിലേക്ക് കയറിയിട്ട് ആ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് ശരീരം തളർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അബൂബക്കർ ഏങ്ങലടിച്ച് കരഞ്ഞില്ലേ? കരച്ചിലിന്റെ ശബ്ദം കേട്ട് മഹാനായ പ്രവാചകൻ ഞെട്ടിയുണർന്നില്ലേ? അവിടുന്ന് ചോദിച്ചില്ലേ, പറയൂ അബൂബക്കർ, എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ വലത് കാലിന്റെ പത്തിയിൽ മൂർഖൻ പാമ്പ് കൊത്തുന്നുണ്ട് നബിയേ. മഹാനായ അബൂബക്കറിന്റെ കാല് പിടിച്ചു മാറ്റിയ റസൂലുള്ള കണ്ടത് ചീറിപ്പാഞ്ഞു വരുന്ന മൂർഖൻ പാമ്പിനെയല്ലേ? ഇതെവിടെങ്കിലും ആർക്കെങ്കിലും തള്ളിപ്പറയാൻ പറ്റുന്ന സംഭവമാണോ? വലതുകാലിൽ മൂർഖൻ പാമ്പ് ആഞ്ഞാഞ്ഞ് കൊത്തുമ്പോഴും തന്റെ ഹബീബിന്റെ നിദ്രയ്ക്ക് ഭംഗം വരരുതെന്ന് കരുതിയ ആ അബൂബക്കറാണ് പറയുന്നത്, നബിയേ, എനിക്കങ്ങയെ ഒന്ന് കാണണം ഹബീബേ. അള്ളാന്റെ റസൂലിന് പറയാൻ പറ്റുമോ കാണണ്ടാന്ന്? പ്രവാചക പ്രഭുവിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ? മഹാനായ പ്രവാചകൻ പറഞ്ഞു, അതുകൊണ്ട് ഉറങ്ങരുത്. ആർക്കെങ്കിലും ഉറങ്ങണമെങ്കിൽ അടുത്ത വീടുകളിൽ പോയി കിടന്നുറങ്ങാൻ. ഈ അബൂബക്കർ സിദ്ദീഖാണ് ആവശ്യപ്പെടുന്നത്, എനിക്കങ്ങയെ കാണണം ഹബീബേ, എനിക്കങ്ങയെ ഒന്ന് കാണണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, കാണണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിർബന്ധമാണോ അബൂബക്കർ? നിർബന്ധിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ നബിയെ. അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ്, അവിടുത്തെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കില്ലേ റസൂലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ, കാണാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, കണ്ടു തീർക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരും, അതുകൊണ്ട് ഈ നിർബന്ധം ഉപേക്ഷിക്കലാണ് നല്ലത്. അല്ല നബിയെ, അങ്ങയുമായി ഇത്രയും സഹവസിക്കാൻ അവസരം കിട്ടിയ ഞാൻ, അങ്ങയെ കൊണ്ട് ഇത്രയും ഇഷ്ടപ്പെട്ട ഞാൻ, ഇത്ര ഇഷ്ടമായിരുന്നു അബൂബക്കറിന് റസൂലുള്ളാഹിയോട്. അറിയില്ലേ എത്ര പ്രേമമായിരുന്നു. കരമെടുത്തു. മക്കാര് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇത്രയും നാൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ച് വലിയ ബഹുമാനമൊക്കെ ആയിട്ട് നടന്നല്ലേ, അപ്പൊ നീ അറിഞ്ഞില്ലേ? എന്താ? ഇന്നലെ രാത്രി നിന്നോടൊപ്പല്ലേ മുഹമ്മദ് നിന്നെ യാത്രയാക്കിയിട്ട് ഉറങ്ങാൻ കിടന്നില്ലേ? അതേ, ഉറങ്ങാൻ കിടന്നു. അങ്ങനത്തെ മുഹമ്മദ് ഇന്ന് രാവിലെ ഉണരേണ്ടതല്ലേ? അതേ, ഉണരേണ്ടതാണ്. ഇന്ന് രാവിലെ ഉണർന്നിട്ട് മുഹമ്മദ് പറയുന്നു, മുഹമ്മദ് ഇന്നലെ രാത്രി 7 ആകാശവും കടന്ന് സ്വർഗവും കണ്ട് നരകവും കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണെന്ന്. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൂടെ അവൻ ഭ്രാന്തനാണെന്ന്? അബൂബക്കർ ചോദിച്ചു, റസൂലുള്ള അങ്ങനെ പറഞ്ഞോ? റസൂലുള്ള അങ്ങനെ പറഞ്ഞോ? അതേ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. വീണ്ടും ചോദിച്ചങ്ങനെ പറഞ്ഞോ? അപ്പോഴും പറഞ്ഞു. എന്നാൽ ഞാനിതാ വിശ്വസിക്കുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. യാതൊരു സംശയമില്ല. ഇതാ അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട പ്രേമിച്ച അബൂബക്കർ സിദ്ദീഖ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് സ്നേഹിച്ചതുപോലെ നമുക്കാർക്കെങ്കിലും ഈ ലോകത്ത് മറ്റാരെയെങ്കിലും സ്നേഹിക്കാൻ കഴിയുമോ? കഴിയില്ല. അത്രയും കൂടുതൽ സ്നേഹിച്ചു. ഉമറുൽ ഫാറൂഖ് സ്നേഹിച്ചില്ലേ? ഉമറുൽ ഫാറൂഖ് ധീരാ വീരാ ബില്ലാളി വീരാ വിജിഗീഷു അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ പ്രസിഡന്റായിരുന്ന ഉമറുൽ ഫാറൂഖ്. ഉമറിന്റെ പേര് കേട്ടിട്ട് റളിയല്ലാഹു അൻഹു പറയാതിരുന്നാൽ ഉമർ എന്തെങ്കിലും ഒരു കാലത്ത് ഖബറിൽ നിന്നിറങ്ങുമെങ്കിൽ മണിയനോടിയിലേക്ക് വരും വെട്ടിക്കൊല്ലാൻ. ആരാ ഉമറുൽ ഫാറൂഖ്? ആ ഉമറുൽ ഫാറൂഖ് ധീരനായിരുന്നു, തന്റേടിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിയെ സ്നേഹിച്ചപ്പോഴോ നമുക്കറിയാം, ബഹുമാനപ്പെട്ട റസൂലുള്ള ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഉമർ മാ ലഖീക ശൈത്താനു സാലികൻ ഫജ്ജൻ ഖത്തു ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, ഒരു വഴിയുടെ ഒരറ്റത്തുകൂടി ശൈത്താൻ ഇങ്ങനെ നടന്നു വരികയാണെങ്കിൽ ആ വഴിയുടെ മറ്റേ അറ്റത്തുകൂടി ഉമറേ നീ എങ്ങാനും കടന്നാൽ നീ കടന്ന വഴിയിൽ നിന്ന്
അപ്പോഴേ ശൈത്താൻ മാറിയിട്ട് വേറെ വഴിയിലൂടെ നടക്കും. ഉമറേ, ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് കാസർഗോഡേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോട്ടെ ഇവിടല്ലേ ശൈത്താൻ കൂടുതലുണ്ടാകാൻ സാധ്യത, കാസർഗോഡ് നിന്ന് അങ്ങോട്ട് ശൈത്താൻ അങ്ങോട്ട് കിടക്കുക നാഷണൽ ഹൈവേയിലൂടെ തിരുവനന്തപുരത്ത് വരാൻ വേണ്ടിയിട്ട് ശൈത്താൻ അങ്ങോട്ട് കിടക്കുകയാണ്. അങ്ങനെ കാലെടുത്ത് വെച്ചപ്പോഴേക്കും അല്ലേ വേണ്ട അപ്പുറം തന്നെയാണല്ലേ, അവിടുന്നൊക്കെ അല്ലേ രഥമൊക്കെ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ പിന്നെ ശൈത്താൻ ഇവിടുന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അവിടുന്ന് ഇങ്ങോട്ടാ. തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടല്ലേ പറയുന്നതിനൊരു അർത്ഥം വേണമല്ലോ. ആദ്യം പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞപ്പോ എനിക്കൊരു കുറ്റബോധം. കാരണം അവിടുന്ന് ഇങ്ങോട്ടാ സാധാരണ രഥങ്ങളും ഒക്കെ വരാറുള്ളത്, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടാ ശൈത്താൻ വരുന്നത്. അപ്പോൾ ശൈത്താനെങ്ങാനും തിരുവനന്തപുരത്ത് നിന്ന് നാഷണൽ ഹൈവേയുടെ അങ്ങേയറ്റത്ത് കാലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ, ഈ കാസർഗോഡ് നാഷണൽ ഹൈവേയുടെ ഇങ്ങേയറ്റത്ത് നിന്നും ഉമറുൽ ഫാറൂഖ് അങ്ങോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് അതിശീഘ്രം നടന്നുകൊണ്ടിരിക്കുന്ന ശൈത്താൻ ഇവിടെ ഉമർ കാലെടുത്ത് വെച്ചു എന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്ക് കൊണ്ട് ഉമറേ, നീ കടന്നു വരുന്ന വഴിയിൽ നിന്ന് അപ്പോഴേ ശൈത്താൻ പമ്പ കിടക്കുന്നു. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം എന്ന് ഒഴിച്ച് ബാക്കിയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞതാ. ഇതാ ഉമറുൽ ഫാറൂഖ്. ഇത് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിലൊരു മാളിക കണ്ടു. എങ്ങനത്തെ മാളികയാണെന്നറിയുമോ? പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തുള്ളതായ അത്ഭുതങ്ങളെല്ലാം പുറത്തുനിന്ന് കാണാൻ കഴിയും. പക്ഷെ അകത്തുനിന്ന് നോക്കിയാൽ പുറത്തുള്ളതൊന്നും അറിയാൻ കഴിയില്ല. അങ്ങനത്തെ അതീവ ശ്രേഷ്ഠമായ ഒരു മാളിക, അതിസുന്ദരമായ ഒരു മാളിക ഞാൻ സ്വർഗത്തിൽ നിന്ന് കണ്ടു. ആ മിന്നുന്ന തിളങ്ങുന്ന മാളിക കണ്ട എനിക്ക് ആ മാളികയെക്കുറിച്ച് വിശദീകരണം തേടിയിട്ട് ആ മാളിക കണ്ടപ്പോൾ ഞാൻ കരുതിപ്പോയി, ഇത് സ്വർഗത്തിലെ ഏറ്റവും സുന്ദരമായ മാളികയാണ്. ഏറ്റവും സുന്ദരമായ മാളികയായതുകൊണ്ട് ഒരുപക്ഷെ അത് എനിക്ക് അവസാനത്തെ പ്രവാചകനായി എനിക്ക് വേണ്ടി അള്ളാഹു കരുതിയ മാളികയായിരിക്കുമെന്ന് കരുതിയ ഞാന് ആ മാളികയിലൊന്ന് കടക്കാനുള്ള അടങ്ങാത്ത മോഹത്തോടെ ഒടുങ്ങാത്ത ആവേശത്തോടെ ഞാൻ ഒരു കാലെടുത്ത് ആ മാളികയിലേക്ക് വെക്കാൻ വേണ്ടി ഉയർത്തിയപ്പോൾ ഒരശരീരി കേട്ടു, യാ റസൂലല്ലാഹ്, അത് അങ്ങയുടെ പ്രിയപ്പെട്ട അനുയായിയായ ഉമറിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന മാളികയാണെന്ന് കേട്ടു. അപ്പോഴേ ഞാൻ കാലകത്ത് വെക്കാതെ പെട്ടെന്ന് പുറകോട്ട് മാറിക്കളഞ്ഞു. മിഅ്റാജിന്റെ വിശേഷണം പറഞ്ഞു കൊടുക്കുക സഹാബാക്കളോട്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, എന്താ നബിയെ കാലകത്ത് വെക്കാതെ മാറിക്കളഞ്ഞത്? ഉമറിന്റെ മാളികയെന്ന് കേട്ടപ്പോൾ, ഉമറെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അതിനകത്തെങ്ങാനും കാലെടുത്ത് വെച്ചാൽ ഉമർ എന്നെ ചോദ്യം ചെയ്താലോ എന്ന് ഞാൻ ഭയന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറാതിരുന്നത്. ഉമറുൽ ഫാറൂഖ് ഇത് കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. ഉമർ പുറത്തു നിൽക്കുന്ന റസൂലുള്ള കാണുന്നില്ല. ഉമറിന് സഹിക്കാനാവാതെ വിമ്മി പൊട്ടിക്കൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അവഗൈറത്തല്ലക യാ റസൂലല്ലാഹ്, എന്താ നബിയേ അങ്ങ് പറയുന്നത്? അങ്ങ് എനിക്ക് വേണ്ടി പടച്ചവൻ സൃഷ്ടിച്ച മാളികയിൽ കാലെടുത്ത് വെച്ചാൽ ഞാൻ അങ്ങയോട് കോപിക്കുമെന്നോ ഹബീബേ? ഞാൻ അങ്ങയോട് അനിഷ്ടകരമായി പെരുമാറുമെന്നോ ഹബീബേ? ഒരിക്കലും അത് സംഭവിക്കില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പോലും യഥാർത്ഥത്തിൽ പലപ്പോഴും ഉള്ളുകൊണ്ട് ഭയന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ട് വന്നില്ലേ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിനോട് ചോദിച്ചില്ലേ, എന്താ ചെയ്യേണ്ടത് യുദ്ധത്തടവുകാരെ? എല്ലാരെയും വിളിച്ചു. യുദ്ധത്തടവുകാരെ പിടിച്ചുകൊണ്ട് വന്ന് നിർത്തിയിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ യുദ്ധത്തടവുകാരോട് എങ്ങനെ പെരുമാറണം? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ, അവരെ ഓരോരുത്തരെയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ടുപോയ അടിമകളായിട്ട് ജോലി ചെയ്യിപ്പിക്കാം, അവരെ കൊല്ലണ്ട. ഓരോരുത്തരോടും അഭിപ്രായം ചോദിച്ചു. ഉമറിന്റെ അടുക്കൽ ചോദിച്ചു, ഉമറേ, ഈ യുദ്ധത്തടവുകാരോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദിച്ചു തീരേണ്ട താമസം ഉമർ പറഞ്ഞു, അവരെ കൊല്ലണം നബിയേ. കൊല്ലണമെന്ന് പറയുന്നത് നിർത്തിയില്ല. അവരിൽ നിന്ന് ഒരാളുടെ കയ്യിൽ വാള് കൊടുക്കണം. അങ്ങനെ വാള് കൊടുത്തിട്ട് ആ ഒരാളെ കൊണ്ട് മറ്റേയാളെ വധിപ്പിക്കണം. അങ്ങനെ ഓരോരുത്തരെ കൊല്ലണം. അങ്ങനെ വരുമ്പോ അവസാനം ഒരാളുണ്ടാവുമല്ലോ, അയാളെ ഞാൻ കൊന്നേക്കാൻ നബിയേ. ദാ ഉമറുൽ ഫാറൂഖ്. ഉമറിന്റെ മദ്ഹബ്, ഈ മദ്ഹബ് ISSന്റെ മദ്ഹബ്. ദാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ. പക്ഷേ റസൂലുള്ളാഹി എന്ത് ചെയ്തു? അതുകൂടെ ഞാൻ സന്ദർഭോചിതമായി പറയാം. റസൂലുള്ളാഹി എന്ത് ചെയ്തു?
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാവരുടെ അഭിപ്രായം തേടിയിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് വിയോജിപ്പാനുള്ളത്. ഞാനൊരു അഭിപ്രായം പറയട്ടെയോ?